ഹലോ, അപ്പോ എല്ലാവർക്കും സ്വാഗതം. ജാൻമണി അന്ന് വീട്ടിൽ വന്ന് പോയിട്ട് ഒരുപാട് പേര് കമന്റ് പറഞ്ഞു, ജാൻമണി കൂടെ എന്താ ജാസി പാട്ട് പാടിപ്പിക്കാത്തെന്ന് കേട്ടോ. അപ്പൊ ഇന്ന് ജാൻമണി ഓൾറെഡി അമ്പലത്തിലൊക്കെ പോയിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അന്ന് ഞാൻ സുന്ദരിയായിരുന്നു, ജാൻമണി വെച്ച് ഇന്ന് ജാൻമണി കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് പ്രസാദമൊക്കെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്ന കേട്ടോ. ടച്ച് വുഡ്, ഐ എം സോ ഹാപ്പി. നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയില്ല, ഫ്രണ്ട് അല്ല ലൈക്ക് എ സിസ്റ്റർ. അപ്പോ ഇന്ന് ജാൻമണി കൂടെ ഞാൻ പാട്ട് പഠിപ്പിക്കേ. അപ്പോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്, ആ പാട്ടാണ് ജാൻമണി പാടാൻ വേണ്ടി പോകുന്നത് അല്ലേ? പാടിക്കണ്ട, പാടിക്കാം. പിന്നെ തുടങ്ങണ്ടേ ഇത് മറ്റേ പറയും. ഇപ്പൊ വരും കമന്റ്, എങ്ങനെ കമന്റ് വരുന്ന വായിച്ച് നോക്കണ്ടില്ല, അപ്പൊ ചിരിച്ച് തട്ടുക. ഓക്കെ, ഇത് പാട്. എനിക്ക് ലിറിക്സ് കുറച്ചു കറക്റ്റ് അല്ല പറഞ്ഞിട്ട് എല്ലാ മലയാളികളും ചീത്ത പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുറച്ചു ലിറിക്സ് നോക്കി തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? പ്രാക്ടീസ് ഒന്നും ഇല്ല, ഇവര് എന്നെ പഠിപ്പിച്ച് തന്നെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇയാള് ഓക്കെ, എനിക്ക് അറിയില്ല, ഇംഗ്ലീഷിലെ നോക്കട്ടെ. പക്ഷെ എന്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇയാള്, റോലാക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയാളുടെ പേര്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നീ എന്റെ ചുണ്ടത്ത് ഒത്തിരി താരത്തി കൊത്തിയപ്പോൾ കാത്തൊരു കിളഞ്ഞു, എന്റെ കൺമസി കലഞ്ഞു, കാത്തൊരു കിളഞ്ഞു, കൺമസി കലഞ്ഞു, മാരത്തി മുട്ടിന് നാണം വന്നു, ഉള്ളിൽ നാട്ടുവേന് കാത്തരിച്ചു, താരും തളിരും മിരിപ്പോട്ടിൽ താഴെ ശ്യാമമ്പലത്തിൽ നിരമായി. അടിപൊളി. അപ്പൊ മറക്കാണ്ട് കമന്റ് താഴ്ത്ത കേട്ടോ. ഈ ആള് എന്താ ചിരിച്ച പോലെ, ഈ ആളാണ് എന്നെ പഠിപ്പിച്ച് പിന്നെ ചിരിക്കണേ. തളിരും മിരിപ്പൂത്തിൽ താഴെ ശ്യാമമ്പലത്തിൽ എന്താണ് ചിരിക്കുന്നത്? മിരിപ്പൂത്തിൽ താഴെ ശ്യാമമ്പലത്തിൽ നിരമായി. മിഴിപൂട്ടി.